സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണ് എന്നതിനെ പറ്റിയിട്ട് വലിയ ക്ലിയർ ആയിട്ടൊരു ഐഡിയ പറഞ്ഞില്ല. അത് പറയാൻ പറ്റുമോ? നമ്മൾ എത്രയാണ് പ്രീ പ്രൊഡക്ഷൻ പിന്നെ അതേപോലെ തന്നെ ഷൂട്ടിങ്ങിന്റെ ഉണ്ടല്ലോ, ഇതൊരു 127 ഡേയ്സ് പോയതാണ്. അതിൽ കുറേ ദിവസമൊക്കെ എന്ന് പറഞ്ഞിട്ട് പല ഇന്റർവ്യൂവിലും അവർ പറഞ്ഞിരുന്നു ഈ മഴയും അങ്ങനത്തെ കുറേ നാച്ചുറൽ കലാമിറ്റി കാരണമൊക്കെ ഇത് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു അപ്രോക്സിമേറ്റ് എക്സാക്ട് വന്നിട്ടില്ല, ഇപ്പോഴും പല ഇതിന്റെ പേയ്മെന്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. എന്നാലും ഒരു 50 CR എന്തായാലും വരുന്നത്. സിനിമനെ ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുതന്നെ പ്രൊഡ്യൂസർ ആണെങ്കിൽ എപ്പോഴും അവന് താല്പര്യപ്പെടേണ്ടത് ഒരു ചെറിയ ബഡ്ജറ്റാണ്. എന്നുവെച്ചാൽ ബഡ്ജറ്റ് കുറയും തോറും നമ്മുടെ റിസ്ക് നമ്മൾ കുറയും. നമ്മുടെ അടുത്ത് വന്ന കഥകളും അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത്തിരി ബഡ്ജറ്റ് കൂടേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിലൊരു പ്രതീക്ഷ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സിനിമ ചെയ്യുന്നുണ്ട്. ആട് 4-നെ പറ്റിയിട്ട് എന്തെങ്കിലും സംസാരിക്കാറായിട്ടുണ്ടോ? അത് ഉണ്ടാവും, എപ്പോഴത്തേക്ക് ഉണ്ടാവും എന്തെങ്കിലും? എനിക്ക് അതിനെപ്പറ്റി സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ വിജയമായിട്ട് അല്ലെങ്കിൽ മിഥുനായിട്ടൊന്നും നമ്മളൊരിക്കലും അതിനെപ്പറ്റി അതിൻ്റെ ഒരു സ്റ്റോറി ആയിട്ടുണ്ടാകുന്ന പോലും എനിക്കറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ഡിസ്കഷനിലോട്ട് നമ്മൾ ഇതുവരെയും പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് കുറച്ച് എന്തായാലും ഒരു ടൈം എടുക്കുമായിരിക്കും. നമ്മളങ്ങനെ പൈസ കിട്ടുന്ന വിചാരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ഒരു ക്രിയേറ്റീവ് ഇതിൽ ഞാൻ ഇടപെടാറുള്ളൂ. അല്ലെ ഇപ്പോൾ ആരെങ്കിലും ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അഭിനയം ശരിയായില്ല ഒന്നും കൂടി ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കാറില്ല. ഒരു ആക്ടർ ഒന്ന് ആക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു ടെക്നീഷ്യൻ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ബാക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ പണത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് മുടക്കുന്ന ഒരാൾ പിന്നെ ഈ പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് വന്ന് ഓടിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ റിസ്ക് എടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അതെ, ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ പറയുന്നത് നമുക്ക് ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ ഇനിഷ്യലി കിട്ടുന്ന പേയ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ അവസാനം കിട്ടേണ്ട പേയ്മെൻറ്റ് നമ്മൾ പിന്നെ വിളിച്ചാലും ആരും ഫോൺ എടുക്കില്ല, പ്രൊഡക്ഷനാണെങ്കിലും ഫോൺ എടുക്കില്ല. എനിക്കറിയില്ല, ഞാൻ ഇത്രയധികം സിനിമകൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു രൂപ പോലും ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് ഇല്ല. നമ്മൾ സാധാരണ രീതിയിൽ ചിലവരൊന്നൊക്കെ ഇപ്പോൾ ഡബിങ്ങിന് ശേഷവും പേയ്മെൻറ്റ് നമ്മൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് വിളിച്ചു കഴിഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറയാറുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ദിസ് ഇസ് അലിൻ ഷാ ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് തിയേറ്ററുകളിൽ ഇപ്പോൾ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും ജനങ്ങളെല്ലാവരും ഇങ്ങനെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന ആട് 3-യുടെ ഒരു കോ പ്രൊഡ്യൂസറാണ് നമ്മുടെ സ്വന്തം വേണുചേട്ടാ. വേണുചേട്ടാ വെൽക്കം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തിയേറ്ററുകൾ ആഘോഷമായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. കണ്ടിറങ്ങിയ ആൾക്കാരെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറയുന്നു. ഇപ്പോൾ ആട് 2 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടൊരു പ്ലോട്ട്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഈ സിനിമ എങ്ങനെയാണ് താങ്കളുടെ കയ്യിലേക്ക് വരുന്നത്? അങ്ങനെ ചോദിക്കാം. ഈ സിനിമയുടെ ഒരു വലിപ്പവും കൊണ്ട്, അതായത് ബഡ്ജറ്റ് വൈസ് ഉള്ള ഒരു വലിപ്പവും കൊണ്ട് സ്വാഭാവികമായിട്ട് അവർ വേറൊരു കോ പ്രൊഡ്യൂസറെ നോക്കിയിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് എനിക്ക് തോന്നുന്നു വിജയ് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ബഡ്ജറ്റ് കൊണ്ട് ആയിരിക്കാം എന്നെ അപ്രോച്ച് ചെയ്തു. പക്ഷെ ഞാനതിൻ്റെ സ്റ്റോറി പിന്നെ അതിൽ തന്നെ എൻ്റെ സ്ക്രിപ്റ്റ് രണ്ടും കേട്ട് കഴിഞ്ഞപ്പോൾ ആ സിനിമയ്ക്ക് ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയത് മാത്രമാണ് ഞാൻ ഇതിലോട്ട് വന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ റെസ്പോൺസസും ബാക്കി കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അല്ല, നമ്മുടെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനായാലും ഫ്രൈഡേ ഫിലിംസും കൂടി ചേർന്ന് എടുത്തെന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ആയിരുന്നു. അതെ, ഇപ്പോൾ ഏകദേശം 1-2 വർഷം മുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റായിട്ട് ഇതേപോലത്തെ സിനിമകൾക്കൊന്നും വലിയ റിസ്ക് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ OTT പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ നിന്നൊക്കെ ഒരു അത്യാവശ്യം സപ്പോർട്ട് കിട്ടുമല്ലോ പ്രീ സെയിലിൽ തന്നെ. ഇപ്പം ഇനിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അത്തരം ആ ബഡ്ജറ്റിൻ്റെ ഒരു ടെൻഷനായിട്ട് അല്ലെങ്കിൽ റിസ്ക് ആയിട്ടാണ് നമ്മൾ തിയേറ്ററിലോട്ട് പോകേണ്ടത്. തിയേറ്ററിൽ ആ സിനിമ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ ഈ പറയുന്ന ബാക്കിയുള്ള ബിസിനസ് നടക്കുന്നത്. അതായത് നേരത്തെ പ്രീ ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റർ റിലീസ് മാത്രമാണ് ആ ബിസിനസ് നടക്കുന്നത്. അപ്പോൾ ഒരു വലിയ റിസ്ക് എടുത്തു കഴിഞ്ഞിട്ട് അത് ഈ പറയുന്ന രീതിയിൽ ജനങ്ങൾ സിനിമ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്. സന്തോഷമാണ്. അപ്പോൾ മൊത്തത്തിൽ ഡെഫിനറ്റ്ലി ഇത്തരം ഒരു 100 കോടിക്ക് മേലേക്ക് ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 115 കോടി ക്രോസ് ചെയ്തു തോന്നുന്നു. മിക്കവാറും എനിക്ക് 120 CR ആവും. നമ്മുടെ കണക്കനുസരിച്ച് ട്രാക്കേഴ്സിന്റെ കണക്കനുസരിച്ച് എല്ലാം വേൾഡ് വൈഡ് ഒരു 120 വരും. ഞാൻ ഈ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിജയ് ബാബുവുമായിട്ട് ഒരു മീറ്റിംഗിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണ് എന്നതിനെ പറ്റിയിട്ട് വലിയ ക്ലിയർ ആയിട്ടൊരു ഐഡിയ പറഞ്ഞില്ല. അത് പറയാൻ പറ്റുമോ? നമ്മൾ എത്രയാണ് ശരിക്കും എത്രയായി? നമ്മൾ ഇതിന്റെ അതായത് നമ്മൾ ഓരോ സിനിമ പ്രീ പ്രൊഡക്ഷൻ പിന്നെ അതേപോലെ തന്നെ ഷൂട്ടിങ്ങിന്റെ ഉണ്ടല്ലോ, ഇതൊരു 127 ഡേയ്സ് പോയതാണ്. അതിൽ കുറേ ദിവസമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഇന്റർവ്യൂവിലും അവർ പറഞ്ഞിരുന്നു ഈ മഴയും അങ്ങനത്തെ കുറേ നാച്ചുറൽ കലാമിറ്റി കാരണമൊക്കെ ഇത് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനും ഭംഗിയായിട്ട് നടക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്രയധികം ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഡബിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാമായിട്ട് പല കാലഘട്ടങ്ങളും ഇതൊക്കെ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് ഏകദേശം 40 CR ആയിരുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അറിയാമല്ലോ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ്. സാധാരണ ഇതിലൊരു സിനിമയുടെ വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് വരില്ല.
ഇനിയിപ്പം ഈ മാർക്കറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സിനിമ ജനങ്ങളിലോട്ട് എത്തിക്കുന്നത് അതിപ്പോൾ ഈ പറയുന്ന രീതിയിൽ പല പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് ക്യൂബ് അങ്ങനെയുള്ളതിലൊക്കെ. അപ്പോൾ അതെല്ലാം കൂടി ഒരു എനിക്ക് തോന്നുന്നു ഒരു അപ്രോക്സിമേറ്റ് എക്സാക്റ്റ് വന്നിട്ടില്ല ഇപ്പോഴും പല ഇതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. എന്നാലും ഒരു 50 CR എന്തായാലും വരുന്നുണ്ട്. ഓക്കെ, സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് മൊത്തം ബഡ്ജറ്റ് എല്ലാം കൂടി ചേർന്നിട്ട് ഇൻക്ലൂഡിങ് ഈ പറയുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ, ബാക്കി മാർക്കറ്റിംഗ്, ബാക്കിയുള്ള എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് ആ ഒരു ബഡ്ജറ്റാണ്. ഓക്കെ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ ബഡ്ജറ്റ് അല്ല, അതൊരു വലിയ ബഡ്ജറ്റാണ്, അതൊരു റിസ്ക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ റിസ്ക് എടുക്കാം അല്ലെങ്കിൽ ഐ ഗോ ഫോർ ഇറ്റ് എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതെന്തായിരുന്നു? അല്ല, അത് ഇപ്പം നമ്മളൊരു എല്ലാം ഒരു കാൽക്കുലേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏകദേശം ഒരു 40 CR സിനിമ തീരുമെന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മളന്ന് കണക്കൂട്ടിയത് ഈ ആട് സെക്കൻഡ് ഇത്ര അധികം ജനങ്ങളെ ഏറ്റെടുത്ത ഒരു സിനിമ ആയതുകൊണ്ടും പിന്നെ OTT-യിലൊക്കെ നല്ല രീതിയിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പല പ്ലാറ്റ്ഫോമിലും നല്ല രീതിയിൽ വർക്കായേക്കണ ഒരു സിനിമ ആയതുകൊണ്ട് നമ്മളൊരു വലിയൊരു പ്രതീക്ഷ പ്രീ സെയിൽസിൽ നിന്ന് കിട്ടിയിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഓവർസീസിൽ നിന്ന് നമുക്കൊരു വലിയൊരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ 40 CR കവറായി പോയിരുന്നു. അപ്പം നമുക്ക് വേറെ റിസ്ക് ഒന്നുമില്ല. ഇനിയിപ്പോൾ നാളെ സിനിമ തിയേറ്ററിലോട്ട് വന്നു ജനങ്ങൾ ഈ പറയുന്ന രീതിയിലോട്ട് ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ സിനിമ എന്തായാലും തിയേറ്ററിലോട്ടോ നമുക്ക് ഉറപ്പായിരുന്നു. ഈ ആടായതുകൊണ്ട് ആട് ഫസ്റ്റ് സെക്കൻഡ് കണ്ടാക്കണം ഒരു നല്ല ജനങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ 40 CR അന്നേരം ആ സമയത്ത് ഒരു വലിയൊരു റിസ്ക് ആയിരുന്നില്ല. പക്ഷേ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും മൊത്തം ഈ പറയുന്ന രീതിയിലുള്ള ബിസിനസ്സിൻ്റെ ആ ഒരു പാറ്റേണൊക്കെ മാറിപ്പോയി. അവർക്ക് മൊത്തം സിനിമ കാണണം, സിനിമ കണ്ടതിന് ശേഷം അത് തിയേറ്ററിൽ ജനങ്ങൾ കണ്ടതിന് ശേഷം എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഇതെല്ലാം ഓരോ OTT അവരുടെ ബോർഡ് കൂടി കഴിഞ്ഞിട്ട് അവർ തീരുമാനം എടുക്കണമല്ലോ, നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ വളരെ സേഫാണെന്ന് വിചാരിച്ചിരുന്ന ഒരു ബഡ്ജറ്റുള്ള സിനിമ നമ്മളുടെ റിലീസ് വന്നു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് റിസ്ക്കായി മാറി. പക്ഷെ അത് ഈ പറയുന്ന ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹവും ജനങ്ങളുടെ ഒരു ഇതും കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു വലിയ ടെൻഷനിൽ നിന്ന് റിസ്കിൽ നിന്നൊക്കെ മാറി സിനിമ ഒരു പ്രോഫിറ്റബിളിലോട്ട് പോയി. ഭാഗ്യം തന്നെയാണ് അത് സത്യം ഈ കാലഘട്ടം. ഈ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ചിലർ ജസ്റ്റ് കാശ് മാത്രം മുടക്കുക, ബാക്കി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ ബിസിനസ് സൈഡ് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു രീതി. രണ്ടെന്ന് പറയുന്നത് ആ സിനിമയോടൊപ്പം സഞ്ചരിക്കുക, ആ സിനിമയുടെ കൂടെ തന്നെ നിൽക്കുക, സിനിമയുടെ സെറ്റിൽ പോവുക, നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാക്കുക. സോ താങ്കൾ എത്തരത്തിലുള്ള ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു ഈ ഒരു സിനിമയെ പറ്റി? ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഇതിൽപ്പെട്ട ഒരാളാണ്. അതായത് വെറും പൈസ ഇടൽ മാത്രമല്ല, അതിൽ ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് ഞാൻ പോകാറില്ല, വളരെ കുറവാണ്. ഞാൻ എൻ്റെ ഒരു മിക്ക സിനിമയുടെ എന്ന് പറഞ്ഞാൽ 1-2 ദിവസമൊക്കെയാണ് ഞാൻ അങ്ങനെ പോയിട്ടുള്ളൂ. എനിക്കൊന്ന് ഞാൻ അധികം പോയാക്കണം 2018 ആണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാങ്കുകൾ അങ്ങനത്തെ കുറേ വർക്കുകളെല്ലാം ചെയ്യുന്ന പറഞ്ഞാൽ ഈ സിനിമയുടെ അല്ലാതെ എൻ്റെ തന്നെ ആൾക്കാർ ഇന്ന് വർക്ക് ചെയ്താക്കണമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ പല പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഒരു സിനിമയുടെ കഥ, അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിലെ ആർട്ടിസ്റ്റുകൾ, ഈ അതിൽ എടുക്കാവുന്ന ടെക്നീഷ്യൻസ്, അവരുടെ വർക്കുകൾ, പിന്നെ അതേപോലെ തന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരാൻ ഫുട്ടേജ്, ഇങ്ങനെ തുടങ്ങി അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റിങ് അങ്ങനെയാണ്. എഡിറ്റിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മ്യൂസിക് ചെയ്യണത്, അല്ലെങ്കിൽ ഫൈനൽ മിക്സിങ് തുടങ്ങി എല്ലാത്തിലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. മിക്ക സിനിമകളും ഞാൻ ചെയ്താക്കണ സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ പല പ്രാവശ്യമായിട്ട് ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ കാണാറുണ്ട്. ഈ ആട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റാത്ത സീനുകളാണെങ്കിൽ നമ്മൾ പറയുക. അങ്ങനെ നമ്മളങ്ങനെ പൈസ ഇട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ഒരു ക്രിയേറ്റീവ് ഇതിൽ ഞാൻ ഇടപെടാറുള്ളൂ. അല്ലെ ഇപ്പോൾ ആരെങ്കിലും ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അഭിനയം ശരിയായില്ല ഒന്നും കൂടി ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കാറില്ല. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറുണ്ട്. അത് നമ്മുടെ റൈറ്റാണ്. നമ്മൾ ഇത്തരം പൈസ മുടക്കി കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊണ്ടാണല്ലോ ഈ പറയുന്ന ഒരു ആക്ടർ ഒന്ന് ആക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ചെയ്യണം. ഒരു ടെക്നീഷ്യൻ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ബാക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ പണത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് മുടക്കുന്ന ഒരാൾ പിന്നെ ഈ പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് വന്ന് ഓടിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ള് റിസ്ക് എടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം നമ്മളതിൽ ഒന്ന് മടിച്ച് ഇനി ഇവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ പറയാം. എല്ലാം നമ്മൾ പറയണ കേട്ട് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സൊന്നും മലയാളത്തിലില്ലെന്നുള്ളതാണ് സത്യം. എന്നാലും നമുക്കത് പറഞ്ഞെന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് കിട്ടും. ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്ന ആൾക്കാരുണ്ടാവും, കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു പ്രോസസ്സാണത്. അല്ല, എവിടെയെങ്കിലുമൊക്കെ അതൊരു കോൺഫ്ലിക്റ്റ് ആയി വരെ വന്നേക്കാവോ? അതായത് നമ്മുടെ അത് സാധാരണ ഇതിൽ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യർക്കും ഓരോ സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഇത് പറയും, ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ് വേറെ ഡയറക്ടറിനെ ചെല്ലുമ്പോൾ ആ ഡയറക്ടർ അന്നേരം ഒരിക്കും എന്നെ അവരായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ അവർക്ക് അവൻ എന്ത് ശല്യക്കാരനായിരുന്നു ഞാൻ, ഇവൻ എല്ലാത്തിലും ഇടപെട്ട് ചെയ്തായിരുന്നു, ഇവൻ എന്ത് പാവമാണ്. അതായത് പൈസ എല്ലാവർക്കും വേണ്ടത് അങ്ങനെയാണല്ലോ. പൈസ ഇടുന്നു, അത് കഴിഞ്ഞിട്ട് അവനവിടെ ചിലപ്പോൾ
ഈ പറഞ്ഞ ഷൂട്ടിങ്ങിൻ്റെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അവിടെ ചെന്ന് ഇരിക്കും പോകും. വേറെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാത്ത അങ്ങനത്തെ കുറേ പ്രൊഡ്യൂസേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആവശ്യം അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസറാണ് ആയിരിക്കാം. ഇപ്പം ഞാനാണ് ഒരു ഡയറക്ടറെങ്കിൽ എനിക്ക് ആവശ്യം അങ്ങനത്തെ പ്രൊഡ്യൂസറാണ്. അതെ അതെ വേറെ ശല്യമൊന്നും വേണ്ട, നീ പൈസ ഇട്ടാൽ മതി എന്ന് വിചാരിക്കണം. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അതെ, ബാക്കി ചെയ്യണം. അപ്പോൾ ഞാനീ പറയണ എന്നെ പോലത്തെ ഒരു സ്വഭാവമുള്ള ആൾക്കാരാമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു ബേസിക് സ്വഭാവം ഉണ്ടല്ലോ. ചിലപ്പോൾ അയാൾ കടമെടുത്തക്കാരനായിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ചെയ്തു വന്നാക്കണ ഒരു എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് തലക്കനുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അവരതനുസരിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഡയറക്റ്റ് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും മാറി നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചീത്ത പറയണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാൻ നോക്കണ്ടാവും, അതിന് വേണ്ടിയുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ പറയണ്ടായിരിക്കും. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി ചെന്ന് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നമുക്കൊരു നല്ല സിനിമ തിയേറ്ററിലോട്ട് എത്തുക എന്നുള്ളതാണ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ചിന്താഗതി. അല്ലാതെ ഞാൻ പറഞ്ഞാക്കണ കാര്യങ്ങൾ അവിടെ ചെയ്യണമെന്നാ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു കടുംപിടുത്തമൊന്നുമില്ല. നമ്മൾ പറയും ഇന്നതാണെന്ന് പറയും, മിക്കപ്പോഴും അവർ അതിൽ കൺവിൻസിങ് ആണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യാറുണ്ടെന്നുള്ളത് സത്യം. ഇപ്പൊ താങ്കൾ ചെയ്ത സിനിമകൾ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ദ മൂവീസും കുറച്ച് ലാർജ് സ്കെയിലുള്ള പടങ്ങൾ അത്യാവശ്യം ഇപ്പൊ രേഖാചിത്രം ആയിക്കോട്ടെ, മാമാങ്കം ആയിക്കോട്ടെ, 2018 ആയിക്കോട്ടെ, ഇപ്പോ ആട് 3 ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ചെറിയ പടങ്ങളോടൊരു ഒരു ഇൻട്രസ്റ്റ് കുറവോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പടങ്ങൾ ചെയ്യാം, അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, അതിപ്പോൾ ഏത് പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിലും സിനിമനെ ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുതന്നെ പ്രൊഡ്യൂസർ ആണെങ്കിൽ എപ്പോഴും അവന് താല്പര്യപ്പെടേണ്ടത് ഒരു ചെറിയ ബഡ്ജറ്റാണ്. എന്താ വെച്ചാൽ ബഡ്ജറ്റ് കുറയും തോറും നമ്മുടെ റിസ്ക് നമ്മൾ കുറയും. ഇപ്പം ഞാനൊരു 5 കോടിയുടെ സിനിമ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ 5 കോടിയുടെ റിസ്ക് ആണുള്ളത്. അത് 25 കോടി ആകുമ്പോൾ 25 കോടിയുടെ റിസ്ക് ആണ്. ഇപ്പം 5 കോടിയുടെ സിനിമ പ്രോഫിറ്റ് ആവാനായിട്ട് 5 കോടി കളക്ട് ചെയ്താൽ മതി, 5 കോടി ഷെയർ വന്നാൽ മതി. 25 കോടിയുടെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്റർ ഷെയർ മാത്രം പോരാതെ വരും. OTT നടക്കണം, സാറ്റലൈറ്റ്, ഓവർസീസ്, ഇങ്ങനെ കുറേ ഇതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനും എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ ചെറിയ ബഡ്ജറ്റാണ്. പക്ഷേ നമ്മുടെ അടുത്ത് വന്ന ബഡ്ജറ്റുകളും നമ്മുടെ അടുത്ത് വന്ന കഥകളും അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത്തിരി ബഡ്ജറ്റ് കൂടേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിലൊരു പ്രതീക്ഷ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സിനിമ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ 100 crore ക്ലബിന്റെ ഒരു കാലഘട്ടമാണല്ലോ. ഇപ്പോൾ എല്ലാവരും 100 കോടി ക്ലബ് അടിച്ചു, 200 കോടി ക്ലബ് അടിച്ചു എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ആ ഒരു ടെൻഷനും പ്രഷറും നമുക്ക് ഉണ്ടാവില്ല. അതായത് 100 കോടി 200 കോടി നമുക്ക് അടുത്ത ആ ഒരു എന്താ പറയുക, ഒരു ടാർഗറ്റ് പോലെ. ഇപ്പോൾ IT ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കുള്ളൊരു ടാർഗറ്റ്, അല്ലെങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ളൊരു ടാർഗറ്റ് പോലെ ഇത് മനസ്സിനകത്തൊരു സ്ട്രെസ് വരാറില്ല എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒന്ന് ഒരു വിശാലമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് ജനങ്ങൾ, അതായത് ഞാൻ പറയണത് സിനിമനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇല്ലെന്നുണ്ടെങ്കിൽ സിനിമ ഒരു ഫാൻസിൻ്റെ പല ഫാൻസിൽ ഉള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള കുറച്ചൊരു ചെറിയൊരു ജനവിഭാഗം മാത്രമാണ് ഇങ്ങനത്തെ ഈ 100 കോടിയായി ഇനിയിപ്പോൾ ഇതാണ്, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്തപ്പോൾ ഇത്ര വന്നുള്ളൂ, പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനി ഇത്ര ഇട്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതാണ് അവർ ചെറിയ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇപ്പം 100 കോടിയായി ഇനി അത് അങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്തെന്നാണ് പറയണത്, നമുക്കൊരു മാനസികമായ സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും ആരും ശ്രദ്ധിക്കണമൊന്നുമില്ല. ഈവൻ ഇപ്പോൾ നമ്മളിത് കളക്ട് ചെയ്ത് ലോസ് ആണെങ്കിൽ പോലും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാർ കളിയാക്കണ്ടായിരിക്കാം, നാളെ അവനത് മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 100 കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. അൾട്ടിമേറ്റ് ആയിട്ട് ഒരു സിനിമയ്ക്ക് നഷ്ടം വന്നാലും ലാഭം വന്നാലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്താക്കണ പ്രൊഡ്യൂസർ മാത്രമാണ് ഇത് അനുഭവിക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് അതിൽ വേറെ ഇതൊന്നുമില്ല. നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും കളിയാക്കും. എന്നാലും നമുക്ക് ഈ 100 കോടി ക്രോസ് ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾ 100 crore അടിച്ചു അല്ലെങ്കിൽ 200 crore അടിച്ചു എന്നൊരു സാധനമുണ്ട്. 100 കോടി എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ അവർക്ക് അത് ഗ്രോസ് ആണോ അല്ലെങ്കിൽ അവർക്ക് അത് ഷെയർ ആണോ ഇങ്ങനെയൊന്നും അവർ ചിന്തിക്കണില്ല. അപ്പം 100 കോടി കിട്ടിയെന്നുള്ളതാണ്, മനസ്സിലായില്ല. അപ്പോൾ ആ 100 കോടിയിലാണ് സിനിമയുടെ പ്രൊഡക്ഷൻ എക്സ്പെൻസ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ തിയേറ്റർ ഷെയർ പോയിട്ടുണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു മിക്ക ആൾക്കാരും ചിന്തിക്കണില്ല. അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ 100 കാര്യങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാരാണ്, ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ഒരു 100 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്റർ ഷെയർ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഒരു പ്രൊഡ്യൂസറിന് കിട്ടേണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഓക്കെ. ഈ അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമുക്ക് ഈ സ്റ്റാർസിനെ ഹാൻഡിൽ ചെയ്യാൻ ചില ആൾക്കാരെ ഭയങ്കര എളുപ്പമാണ്. അതായത് അവര് വളരെ ഹംബിളായിട്ടും വളരെ സിമ്പിളായിട്ടും നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ നമ്മുടെ സെറ്റിൽ പെരുമാറുന്നു, അങ്ങനെ വലിയൊരു സ്റ്റാറി ടാൻട്രംസ് ഒന്നും ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ചില ആൾക്കാർ, എനിക്കൊന്ന് പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഏറ്റവും ചില സ്റ്റാർസ് നമുക്ക് ഒരുപക്ഷെ ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അവർ ഓൺ സെറ്റ്സ് വരുമ്പോൾ അവരുടെ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്നാൽ പിന്നെ നമുക്ക് വഴക്കുണ്ടാക്കാനും പറ്റില്ല. കാരണം നമുക്ക് ഈ
പടം കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടോ? അതായത് സ്റ്റാർസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ന്യൂ കമേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ക്യാരക്ടർ ആർട്ടിസ്റ്റിനെ കുറച്ചുകൂടി എളുപ്പമാണ്, അങ്ങനെ എന്തെങ്കിലും ഫീൽ അല്ല, ചെയ്തിട്ടുണ്ടോ? ന്യൂ കമേഴ്സ് ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണല്ലോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെ അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ കാരവൻ പോലും കൊടുക്കേണ്ട വരില്ല. അതെ അതെ അതെ. അങ്ങനെ എന്തും നമ്മുടെ ഒരു കൺട്രോളിൽ നിൽക്കണം ഉം, വെച്ചിട്ടുണ്ടെങ്കിൽ ഉം. അവർ ആ ഒരു അഹങ്കാരത്തിന്റെ ഒരു മേഖലയിലോട്ട് അവർ എത്തിപ്പെടാനായിട്ട് കുറേ കൂടി സമയം വേണ്ടിയിരിക്കും. മനസ്സിലായി. മറ്റവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ എത്തിപ്പെട്ടാക്കുന്ന ആൾക്കാരാണ്. അതെ അതെ. അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരുമാതിരി മിക്ക ആർട്ടിസ്റ്റുകൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു അമ്മവറ്റ മക്കളെ പോലെയാണ്. മനസ്സിലായില്ല. ഈ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ഐക്യത ഉള്ള ആൾക്കാരാണ്. ഞാൻ അടച്ചാക്ഷേപിക്കല്ല, എന്നാലും ഞാൻ പറഞ്ഞത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതെ. അപ്പം ഞാൻ സാധാരണ ഇതിൽ എൻ്റെ ഇത്തരം സിനിമകളിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ആർട്ടിസ്റ്റിനെ ഏതെങ്കിലും രീതിയിൽ കൺവിൻസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാനായിട്ടോ ഒന്നും ഞാൻ ഒരിക്കലും നിൽക്കാറില്ല. പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വഭാവമായിട്ട് എനിക്ക് അങ്ങനെ ആരുടെ അടുത്തെങ്കിലും ചെന്നിട്ട് അവർ ഏതെങ്കിലും രീതിയിൽ അവരുടെ കൈ കാല് പിടിക്കുന്നതൊന്നും എനിക്ക് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരുണ്ട്, അവർ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടും അവരെങ്കിലൊക്കെ നടക്കും. അപ്പോൾ ഞാനങ്ങനെ ആർട്ടിസ്റ്റായിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഓക്കെ, അല്ലാതെ ഇപ്പോൾ പ്രൊമോഷണൽ സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ കാണണമെന്ന് എനിക്ക് സംസാരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അവരിപ്പോൾ ഈ ഡേറ്റിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ രീതിയിൽ ഞാൻ ഇടപെടാറില്ല. ഇവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ചില സമയത്ത് സംസാരിക്കും, അതും ആർട്ടിസ്റ്റിനെ നോക്കി കഴിഞ്ഞിട്ട്. ഇത് നമ്മളങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഒരു മോശമായിട്ട് സംസാരിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അതിന് നിൽക്കാറില്ല. അതാണ് സത്യം പറഞ്ഞത്. ഓക്കെ ഓക്കെ. എന്നാലും ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ, ഇത്രയും പടം ചെയ്തൊരു എക്സ്പീരിയൻസിൽ ഈ ആർട്ടിസ്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ചിലപ്പോൾ ഒരു ഫ്രണ്ട്ലി ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായേക്കാം, അങ്ങനെ എടുത്ത് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇല്ലെന്നൊന്നുമില്ല. നമ്മുടെ പല സിനിമകളിലും ഞാനിപ്പോൾ ഒരാളുടെ പേരെടുത്ത് പറയുമ്പോൾ പിന്നെ അപ്പോൾ ബാക്കിയുള്ളവരായിരിക്കും പാട്ട്. പക്ഷെ അങ്ങനെ ഉണ്ട്. നമുക്ക് വളരെയധികം സന്തോഷം തോന്നിയാക്കുന്ന ഇഷ്ടം. ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ ഇപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ 4 സിനിമയിലും ഓൾറെഡി അഭിനയിച്ചു. ഇപ്പം അടുത്ത വരാൻ പോണ സിനിമയിലുണ്ട്. അടുത്ത 2 സിനിമയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിനോട് പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ്. പക്ഷെ നമ്മളുടെ ഒരു ഇതിൽ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തലവേദന ഇല്ലാതെ ഈ പറയുന്ന രീതിയിൽ വേറെ അതായത് ഒരു സാലറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒന്നുമില്ലാതെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്തിട്ട് പോകണം. ഇതേപോലത്തെ ഇന്ദ്രചേട്ടനെ പോലത്തെ കുറേ അധികം ആർട്ടിസ്റ്റുകളുണ്ട്. നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട്, അതായത് ഇനിയും ലൈഫിൽ സിനിമ ചെയ്യൂലെന്ന് തീരുമാനിച്ചാക്കണം ആൾക്കാരുണ്ട് ഇതിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയധികം പ്രശ്നങ്ങളായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ എന്തിനാണ് ഇതിന് പോകേണ്ടത്. അതെ അതെ. അപ്പോൾ അങ്ങനത്തെ ഇതിൻ്റെ എല്ലാത്തിനും കൂടി ഒരു ആകത്തുകയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഏത് ലാംഗ്വേജിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതേപോലെ പിന്നെ ഓരോരുത്തരുടെ ബേസിക് സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പം ചെറുപ്പത്തിലൊടുങ്ങി അങ്ങനത്തെ ഒരു സ്വഭാവം വന്ന് പിന്നെ ഇത്രയധികം ഈ പറയുന്ന പണവും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സമ്പത്തും ബാക്കിയുള്ള എല്ലാവിധ സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ സ്വഭാവം എന്ത് വേണമെങ്കിലും എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആൾക്കാരുണ്ടാവും. അവർ ഈ പറയുന്ന സെൽഫി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ സെൽഫി എടുത്തില്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞ നമ്മളായാലും ചിലപ്പോൾ നാളെ അഹങ്കാരം കയറാം. അപ്പോൾ അത് സ്വാഭാവികമാണത്. ഓക്കെ. അടുത്തൊരു ചെറിയ സെഗ്മെന്റ് ആണ്. അത് സിനിമയെ പറ്റിയിട്ട് നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് ചില ധാരണകളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. അപ്പോൾ സാറിന് ഇത്ര നാളത്തെ ഒരു പരിചയത്തിൽ അതിനെ പറ്റിയിട്ട് എന്താ സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നാമത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, സിനിമ പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രൊഡക്ഷൻ ഫിഗേഴ്സ് നമ്പേഴ്സിലോട്ട് വരുമ്പോൾ കുറച്ച് സൂപ്പർസ്റ്റീഷ്യസ് ആവാറുണ്ടോ? അതായത് ഇന്ന ആർട്ടിസ്റ്റ് ഒരു ബാഡ് ലക്ക, അല്ലെങ്കിൽ ഇന്ന ആർട്ടിസ്റ്റ് ഒരു ഗുഡ് ലക്ക, നന്നായിട്ട് പടം വർക്കാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന റൂം നമ്പർ എനിക്ക് വേണം, ഇന്ന കാറിന്റെ നമ്പർ വേണം, അതുപോലെ എന്തെങ്കിലും സൂപ്പർസ്റ്റിഷൻസ് സിനിമയിലുണ്ടോ? ഞാൻ സാറിനെ പറ്റിയുള്ള ജനറൽ ആയിട്ട് ചോദിക്കാം. ഞാനത് കേട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇവിടെ ചില ഫേമസ് ആയിട്ടുള്ള ഈ പറയുന്ന ജ്യോതിഷം ഇതൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഒരു സിനിമയിൽ ഒരേ ആർട്ടിസ്റ്റിനെ എടുക്കുന്ന സമയത്തും അതായത് ഒരു ലിസ്റ്റായിട്ട് പോവുകയാണ്. ഇപ്പം നമ്മളൊരു സിനിമയിൽ സാധാരണ ഉണ്ടാവുമല്ലോ ഇന്ന ഇത്ര അധികം ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഇത്ര ആർട്ടിസ്റ്റ്. എന്നിട്ട് അവരോട് ചോദിക്കും ഇന്ന ആള് ഓക്കെ എന്ന് പറയുമ്പോൾ നോക്കി കഴിഞ്ഞിട്ട് പറയില്ല പറ്റൂല. അപ്പോൾ അടുത്ത ആള് അപ്പോൾ ചിലപ്പോൾ 2-3 ആൾക്കാരൊക്കെ ആയിട്ടായിരിക്കും വേണം. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് തീരുമാനം നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് കഥ എഴുതാനായിട്ട് ഇന്നൊരു ഹോട്ടലായിരിക്കണം, ഇന്ന റൂമായിരിക്കണം, അല്ല അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞിട്ട് എനിക്ക് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് തന്നെ ഇല്ല. എനിക്ക് അങ്ങനത്തെ യാതൊരു വിശ്വാസവും ഞാൻ വിശ്വാസിയാണ്, പക്ഷെ ഇങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇത് ഈ പറയുന്ന ഇതിൻ്റെ പുറകെ പോയേക്കണ ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള നല്ല അനുഭവങ്ങളോ അല്ലെങ്കിൽ മോശപ്പെട്ട അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടാവായിരിക്കാം ആ കാലഘട്ടത്തിൽ.
അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ പോയേക്കണത്. എനിക്കിപ്പോൾ നാളെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനും പോകാം. പക്ഷെ ഇതുവരെയായിട്ട് അങ്ങനെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ്. അതെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാസ്റ്റിംഗ് കോൾസുകൾ ഉണ്ടല്ലോ, അതായത് കാസ്റ്റിംഗിന് നമുക്ക് നിരവധി 2000 3000 പേര്, ചിലപ്പം അത്രയും 10000 ആൾക്കാർ വരുന്നു. കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട് ചില കാസ്റ്റിംഗ് കോൾസുകൾ അതായത് ആക്ച്വലി വെറുതെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്, ഇതൊക്കെ പ്രീഫിക്സ്ഡ് ആണ്, അതായത് ആർട്ടിസ്റ്റുകളെ നേരത്തെ തീരുമാനിച്ചേക്കുന്നതാണ്. ഈ കാസ്റ്റിംഗ് കോച്ച് വെറുതെ അതിന്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും ആൾക്കാരുടെ ഒരു കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. ഇതിൽ സത്യമുണ്ടോ ശരിക്കും? അല്ല, ഇപ്പൊ എനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതിന് ഈ കാവ്യ ഫിലിംസിനെയാണ് നമ്മൾ പല സിനിമക്ക് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഏജിലുള്ള ചിലപ്പോൾ ഏതെങ്കിലും ഇതായിരിക്കാം. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഫ്രഷ് ഫേസ് വേണമെന്ന് തോന്നുന്ന സമയത്ത് മാത്രമൊക്കെയാണ് നമ്മളത് ചെയ്തേക്കണം. അപ്പോൾ അത് ജെന്യൂനായിട്ടുള്ള കാര്യമാണ്. നമ്മളതിൽ കറക്റ്റായിട്ട് പറയണ്ട, എല്ലാവരും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന ഏജ് ആയിരിക്കണം, ഇത്ര ഹൈറ്റ് വേണം, അല്ലെങ്കിൽ ഇന്നതായിരിക്കണം, ഈ ഒരു ലുക്ക് വേണം, ആ രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പറയണ്ട. അപ്പോൾ നമ്മളത് വളരെ ഇതാണ്. ചില ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ പറയണം, നിങ്ങളൊരു ഒരു വലിയൊരു മാർക്കറ്റിംഗ് ടൂൾ ആണല്ലോ ഈ പറയണ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവായിരിക്കാം, സോഷ്യൽ മീഡിയ അങ്ങനെ ഉണ്ടാവായിരിക്കാം. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമ ഇല്ലാതെ തന്നെ ഈ പറയുന്ന രീതിയിൽ കാസ്റ്റിംഗ് കോളും ഓഡീഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഡിപ്പെൻസ് ഓരോ ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യാനും പോണില്ല ആ രീതിയിൽ. ഈ ഒരു വലിയൊരു സ്കെയിലിലെ സിനിമ ആകുമ്പോഴത്തേനും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. ഒത്തിരി ഇപ്പൊ മെയിൻ ആർട്ടിസ്റ്റുകളെ മാറ്റി നിർത്തുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യും, 100 ആൾക്കാർ ഒരേ സമയം വർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരുടെയും ആവശ്യങ്ങൾ അല്ലെങ്കിൽ എല്ലാവരുടെയും സേഫ്റ്റി എങ്ങനെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും ഒരു സെറ്റിൽ ആസ് എ പ്രൊഡ്യൂസർ, ഒരു ടീം ആയിട്ട് ചിന്തിക്കുമ്പോൾ? അല്ല, നമ്മൾ അതിനാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ, ലൈൻ പ്രൊഡ്യൂസർ, അതിൻ്റെ കീഴിൽ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം വെച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഇപ്പം രാവിലെ വരുന്നു, അവർ രാത്രിയാകുമ്പോൾ അവർ, അല്ലെന്നുണ്ടെങ്കിൽ രാത്രിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്ത് പോണതാണ്. അപ്പോൾ അവിടെ അങ്ങനെ വേറെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും അങ്ങനെ സാധാരണ ഇതിൽ ഇപ്പം നമ്മളിപ്പോൾ ചെയ്താക്കണം 2018 കൂടുതലധികം ജൂനിയർ ആർട്ടിസ്റ്റും വെള്ളവും ഇങ്ങനത്തെ നൈറ്റ് ഷൂട്ടൊക്കെ ആയിരുന്നു. അതെ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇപ്പം ഓരോരുത്തരുടെ ഒരു സേഫ്റ്റി ഇതുണ്ടല്ലോ. വെള്ളത്തിലിറങ്ങി, വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 ഫീറ്റൊക്കെ ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഏതെങ്കിലും രീതിയിൽ വല്ല അപകടങ്ങൾ പറ്റുമോ. ഏകദേശം ഒരു 1.5 ഏക്കറുള്ള ടാങ്കിൻ്റെ അകത്ത് വെള്ളം അതിലോട്ടൊക്കെ പോകുമ്പോഴും. അല്ലാതുള്ള സിനിമയിലൊന്നുമല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം, ചെറിയൊരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ എല്ലാവരും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണല്ലോ ഇത്ര സിനിമ. അപ്പോൾ അതുകൊണ്ടൊക്കെ വളരെ ഈസി ആയിട്ട് അത് അങ്ങനെ ഒരു മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല സത്യം. ഓക്കെ, അപ്പോൾ ആട് 3 ഇപ്പോൾ നമ്മൾ ഇതുവരെയും കണ്ടെടുത്തോളം വളരെ ഹിറ്റിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാരെല്ലാവരും വളരെയധികം നന്നായിട്ട് സംസാരിക്കുന്നു അതിനെ പറ്റിയിട്ട്. ഞാൻ ചോദിക്കട്ടെ, ആട് 4 പറ്റിയിട്ട് എന്തെങ്കിലും സംസാരിക്കാറായിട്ടുണ്ടോ? അത് ഉണ്ടാവോ? എപ്പോഴത്തേക്ക് ഉണ്ടാവും? എന്തെങ്കിലും? എനിക്ക് അതിനെപ്പറ്റി സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ വിജയമായിട്ട് അല്ലെങ്കിൽ മിഥുനായിട്ടൊന്നും നമ്മളൊരിക്കലും അതിനെപ്പറ്റി അതിൻ്റെ ഒരു സ്റ്റോറി ആയിട്ടുണ്ടാകുന്ന പോലും എനിക്കറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ഡിസ്കഷനിലോട്ട് നമ്മൾ ഇതുവരെയും പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് കുറച്ച് എന്തായാലും ഒരു ടൈം എടുക്കുമായിരിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഇപ്പോൾ ഈ സിനിമ നിർത്തിയാക്കണ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആട് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ക്യാൻവാസിൽ വരണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ അതെങ്ങനെയാണ്, അത് ഈ കാലഘട്ടത്തിൽ ഇപ്പം ഇത് ആട് 3 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാലോ ആൾക്കാർ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അതൊരു സൂപ്പർ ഒരു കഥ വന്ന് ആ കഥനെ സ്ക്രിപ്റ്റ് ആക്കി ഈ പറയുന്ന ആർട്ടിസ്റ്റുകളെല്ലാം ടൈം ഉണ്ടാവില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം നോക്കി കഴിഞ്ഞിട്ട് അതിന് സ്വാഭാവികമായിട്ട് കുറച്ച് ടൈം എടുക്കാൻ സാധ്യതയുണ്ട് സിനിമ. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം എന്നും പറയാൻ പറ്റില്ല ഇപ്പോ. അല്ല, അത് എനിക്ക് തോന്നുന്ന സിനിമ അത് വരാൻ സാധ്യത ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേയും കൂടി ഇപ്പം അറിയാമല്ലോ, ഒരു ബിസിനസ് കുറേയും കൂടി ഈസിയാണ്. ഇത്ര അധികം ആൾക്കാർ വേൾഡിൽ ഈ പറഞ്ഞ എല്ലാം കണ്ടുകൊണ്ടിരുന്ന സ്ഥിതിക്ക് ഇപ്പം ഈ ആട് 3 കണ്ട് ഇഷ്ടപ്പെട്ടാക്കണം ചിലപ്പോൾ അതിൻ്റെ ഒരു 75% ആൾക്കാർക്ക് ഈ സിനിമ കാണണമെന്ന് താല്പര്യം ഉണ്ടാവായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അറിയാലോ അതിൻ്റെ ഒരു പ്രൊമോഷൻ മാർക്കറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കുള്ളൂ. അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ OTT റിലീസസും വരുന്നുണ്ടല്ലോ, അതായത് ഈ മൂവീസ് ഇപ്പം സിനിമ തിയേറ്ററിൽ നിന്ന് ശേഷം OTTയിലോട്ട് വരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്ട്ലി OTT റിലീസിലോട്ട് വരുന്നു. ഈ OTTയുടെ ഒരു ഇൻഫ്ലുവൻസ് സിനിമയെ ആസ് എ പ്രൊഡ്യൂസർ നോക്കുവാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ റീച്ച് പരമായിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ OTT ആക്ച്വലി നമ്മളെ കുറച്ചുകൂടി വലിയ സ്കെയിലോട്ട് എത്തിക്കുന്നുണ്ട്. ഒരു നാഷണൽ ലെവലിലോട്ടോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലോട്ടോ നമ്മുടെ മലയാളം മൂവീസിനെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഡയറക്റ്റ് OTT റിലീസ് അതെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? എനിക്ക് അതായത് ഒരു വർഷത്തിൽ ഇറങ്ങണ മലയാള സിനിമയുടെ ഒരു ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വളരെ ചെറുതായിട്ടാണ്. എനിക്ക് എത്രയാണ് സിനിമ വന്നിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല OTTയിലോട്ട് പോണത്. അത് ഞാൻ മനസ്സിലാക്കിയാണ് ചില സിനിമകളൊക്കെ ഈ പറയണത് ഒരു തിയേറ്ററിൽ ഇറക്കാനായിട്ട് തിയേറ്റർ പോലും
അറിയാലോ, ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എടുക്കണം, അത് കഴിഞ്ഞിട്ട് തിയേറ്റർ കിട്ടണം. അപ്പോൾ ആ രീതിയിലൊക്കെ വന്ന സമയത്ത് സാധാരണ രീതിയിൽ ഇങ്ങനത്തെ സിനിമകൾ ഒരു ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ചെല്ലുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ആ സിനിമ കാണണമെന്ന് പറയും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതിൽ ആ സിനിമയുടെ പുറത്തൊരു വിശ്വാസമൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവർ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് വീണ്ടും കയ്യിൽ നിന്ന് ഇറക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് OTT കൊടുക്കണം. അപ്പോൾ ഈ OTT വന്ന സിനിമകളെല്ലാം നമ്മളിപ്പോൾ OTTക്ക് ഔട്ട് റേറ്റ് കൊടുത്തതാണെന്നൊന്നും അതിനർത്ഥമില്ല. ഈ പറയുന്ന പേപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരാൾ സിനിമ 1 മണിക്കൂർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 രൂപയെന്ന്. ആ രീതിയിൽ ഇഷ്ടംപോലെ ഉണ്ട്. അതായത് ഇപ്പം ഞാനൊരു സിനിമ എടുത്ത് ആ സിനിമ എനിക്ക് റിലീസാകണം, പക്ഷെ അത് തിയേറ്ററിൽ ഇറക്കാൻ പോലും ഒരു എന്താണ് പറയുക സാധ്യത ഇല്ലാത്തൊരു സിനിമയാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തെന്നാണ് സിനിമയെ കൊണ്ട് ചെയ്യാൻ പറ്റണത്? ആരെങ്കിലും ഇത് കാണിക്കണമല്ലോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ ഇട്ടിട്ട് ഇടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഈ പറയണ OTTയിൽ ഈ പറയണ പേപ്പർ വ്യൂ അല്ലെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലുമൊക്കെ രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പൈസക്കൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടാവുക. ചിലപ്പോൾ അത് മാത്രമായിരിക്കും അവർ വരുമാനം ആ സിനിമ. അത് മാത്രമാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു നല്ല സിനിമ എടുത്തു കഴിഞ്ഞിട്ട് അത് തിയേറ്ററിൽ ഇറക്കി കഴിഞ്ഞിട്ട് കിട്ടുന്ന പൈസ ഒരിക്കലും OTTയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ കിട്ടില്ല. ഇത് നമ്മൾ അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റ് ആണ് നോക്കണമെന്നെങ്കിൽ അതിനുള്ള യാതൊരു സാധ്യതയില്ല. നിങ്ങളിപ്പോൾ ഒരു സിനിമ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട്. ഒന്ന് തിയേറ്റർ ഉണ്ട്, ഒന്ന് OTT ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ധൈര്യമുണ്ട് ഇത് ജനങ്ങളിലോട്ട് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ ഇറക്കേണ്ടതല്ലേ. അല്ലാതെ നിങ്ങൾ OTT പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ധൈര്യമില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ സത്യമായ. അതെ, ഇപ്പോ പ്രൊഡ്യൂസർ ആവുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അതിൻ്റെ ഒരു ബിസിനസ് സൈഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ താങ്കൾ ഒരു ആർട്ടിസ്റ്റും കൂടി ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം ഓഫ് കോഴ്സ്. അതുകൊണ്ടാണല്ലോ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ തിയേറ്ററിൽ പോയിട്ട് എന്തായാലും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സിനിമ കാണുമ്പോൾ ആസ് എൻ ഓഡിയൻ, പ്രൊഡ്യൂസർ എന്ന് പറയുന്നൊരു കാര്യം മാറ്റി വെച്ചാൽ ആസ് എൻ ഓഡിയൻ, ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സീൻ ആടുതിരികൾ ഏതായിരിക്കും? അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് തോന്നിയൊരു സീൻ? ഈ ആട് സിനിമയിലെ കാര്യമാണ്. അതെ, ആട് 3 ആടില ഞാൻ ദുബായിലാണ് സിനിമ കണ്ടത്. റിലീസായപ്പോൾ ഞാൻ ദുബായിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അതായത് നമ്മൾ പല പ്രാവശ്യം, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ എഡിഷൻ സ്റ്റേജിൽ പല പ്രാവശ്യം കണ്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില തമാശയൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരി പോയിട്ട് നമുക്ക് ദേഷ്യം തോന്നും. ഇതൊക്കെ എന്ത് തമാശയാണെന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞിട്ട് തോന്നുമ്പോൾ. പക്ഷെ അതുപോലും ഇല്ലാതെയുള്ള ചെറിയ തമാശകൾ പോലും ആൾക്കാർ ചിരിക്കാനുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം. അവർക്കത് ഫ്രഷ് ആണ്. അതെ, ഞാൻ അതായത് ഇവരുടെ അടുത്ത് അത് ആ സീനൊക്കെ ഒഴിവാക്കുന്ന പല പ്രാവശ്യം പറഞ്ഞ സീനുകളൊക്കെ ഉണ്ട്. അതുപോലും ആൾക്കാർ ചിരിക്കാനുണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ട് എനിക്ക് അത്ഭുതം തോന്നി. അതിൽ പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമ ആയതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥത്തിൽ ചിരിക്കണ ഒരു സീൻ അല്ലെങ്കിൽ പോലും ചിരിക്കണ ആൾക്കാരുണ്ട്. മനസ്സിലായില്ല, അതൊരു കോമഡി സിനിമയാണ് അല്ലെങ്കിൽ ഹ്യൂമർ ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു അതിശയമാണ്. അതായത് നമ്മളുടെ ഒരു കാൽക്കുലേഷൻ്റെ അപ്പുറത്തോട്ട് ഈ തമാശകൾ ജനങ്ങളെ ഏറ്റെടുത്തില്ല എന്നുള്ളത്. മിക്കതും നമ്മളുടെ ഒരു ചിന്താഗതി വെച്ച് കഴിഞ്ഞിട്ട് ഇത് വർക്കാവോ, ഈ ഹ്യൂമർ ആൾക്കാർക്ക് ഇഷ്ടമാവും. ഹ്യൂമർ വർക്കായില്ലെന്നുണ്ടെങ്കിൽ അതൊരു ട്രാജഡി ഫ്ലോപ്പ് ആവും. അപ്പോൾ അതിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഈ പറയുന്ന വിനായകന്റെ ചില ഇതൊക്കെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ട് തോന്നിയിരുന്നു. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഒരു മന്ത്രവാദിനെ കാണാൻ പോണ സീനൊക്കെ, അതൊക്കെ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതാണ്. എന്തെങ്കിലും ഫ്യൂച്ചർ പ്രൊജക്ട്സിനെ പറ്റി പറയാനായിട്ടുണ്ടോ? താങ്കൾ കൈ കൊടുത്ത ഇനി വരാൻ ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത സിനിമ ജോജുവിന്റെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടൈറ്റിൽ ഒന്നും നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല, അടുത്ത് തന്നെ ഇത് ചെയ്യും. പിന്നെ അതുകൂടാതെ തന്നെ ഒരു തമിഴ് സിനിമ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് തമിഴ്നാട്ടിൽ സരത്കുമാറിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതെ, അതിന്റെ ടൈറ്റിൽ പറഞ്ഞിട്ടില്ല. പിന്നെ അതുകൂടാതെ 3ാമത്തെ സിനിമയുടെ ഇപ്പൊ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ഭയങ്കര പ്രതീക്ഷകളുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറി കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അതിനുശേഷം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കുറേ എക്സൈറ്റ്മെന്റ് കിട്ടുകയും ചെയ്ത സിനിമകളാണ്. അത് പറഞ്ഞിട്ട് നാളെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവണമെന്നൊന്നും യാതൊരു ഇതുമില്ല. എങ്കിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ. ഈ സിനിമയായിട്ട് തിയേറ്ററിലോട്ട് പോകുമ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട്, ഈ സിനിമ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഡയറക്ടേഴ്സ്, എസ്പെഷ്യലി ഇപ്പൊ പുതിയ ഡയറക്ടേഴ്സ് ഒക്കെ ആദ്യം അവരുടെ കഥയും കൊണ്ട് പോകുന്ന ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്തായിരിക്കില്ല, മേ ബി ഒരു ആക്ടറിന്റെ അടുത്തോട്ടായിരിക്കും. അപ്പോൾ ഒരു ആക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്കൊരു പ്രൊഡ്യൂസറിനെ പിടിക്കാം എന്നൊരു സ്റ്റൈലും ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ താങ്കളുടെ കയ്യിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു സിനിമ, ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഏതൊക്കെയാണ് ആ ചെക്ക് പോയിന്റ്സ്? അതായത് ആ ലീഡ് ആക്ടർ ആണോ, സ്റ്റോറി ആണോ, ഡയറക്ടർ ആണോ, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, ഇതൊക്കെ ചെക്ക് ലിസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമ എടുക്കാം. അങ്ങനെ എടുത്ത് പറയേണ്ട ഫാക്ടേഴ്സ് എന്താണ്? ഇതിൽ ഒരു അബ്സല്യൂട്ട്ലി സ്റ്റോറിയും സ്ക്രിപ്റ്റും തന്നെയാണ്.
സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്രഷ് ആയിരിക്കണം, ഇതിന് മുന്നേ കാണാത്ത ഇതായിരിക്കണം, എന്തെങ്കിലും ഒരു പ്രത്യേകത കാണണം ഈ ജനങ്ങൾ. ഇതാണ്. പിന്നെ ആ സ്റ്റോറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഇതിൽ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ സ്റ്റോറി മാത്രമാണ് കേൾക്കണം, ഒരിക്കലും ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കാൻ നിൽക്കാറില്ല. ഞാൻ കുറേ ടൈം കളയണമാരും. സ്റ്റോറി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കപ്പോഴും അവരുടെ അടുത്ത് സ്ക്രിപ്റ്റ് വായിക്കും. അവരോട് സാധാരണ പറയാറില്ല ടൈമിൽ. അതുകൊണ്ട് അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നടത്താൻ പറ്റും. അത് കഴിയുമ്പോൾ ഞാൻ അവരോട് സാധാരണ ചോദിക്കും, നിങ്ങൾ ആരാണ് ആർട്ടിസ്റ്റ് പ്ലാൻ ചെയ്തത്? എന്നുവെച്ചാൽ അപ്പം നമുക്ക് അതിലുള്ള ഓരോ ക്യാരക്ടർ നമുക്ക് പരിചിതമായി കഴിഞ്ഞു വായിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അവർ പറയും ഇതിൻ്റെ മെയിൻ ഇന്നാൾ ഇന്നതാണ്, അല്ലെങ്കിൽ അതിൽ ഫീമെയിൽ ഇതാണ്, ഇന്ന കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ എനിക്കും നമുക്കും ഒരു ഇത് വേണമല്ലോ, ഒരു ഇതാണെങ്കിൽ ഞാൻ ചിലത് പറയും, ചിലപ്പോൾ പറയില്ല, അത് ശരിയാവില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ പറയില്ല, അവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ശമ്പളം ചോദിക്കുന്ന ആൾക്കാരാണെങ്കിൽ പറയില്ല. അങ്ങനെ ഒരു തലവേന കേസിട്ടാണെങ്കിൽ നമ്മൾ മാറ്റും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അതിനുശേഷമാണ് ആരാണ് ടെക്നീഷ്യൻ എന്ന് ചോദിക്കുന്നത്, ഡയറക്ടർ ആരാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കറിയാം, ഓക്കെ ഈ സിനിമ ഏകദേശം ഇങ്ങനെ വരാം, ഇന്ന ആർട്ടിസ്റ്റും ഇന്ന ടെക്നീഷ്യനും ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണെന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഏകദേശം ഒരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിലോട്ട് വരും. ഓക്കെ ഇത്ര ഇതാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ സിനിമ എടുക്കണം. അല്ലാതെ ഇതിൽ ഇന്ന ആളാണ് അഭിനയിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന ടെക്നീഷ്യൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിൽ കൺവിൻസിങ് ആവാറില്ല. അതിനേക്കാൾ കൂടുതൽ ഞാൻ സ്റ്റോറിയും സ്ക്രിപ്റ്റും തന്നെയാണ് സിനിമയുടെ. ഇപ്പോൾ പേയ്മെന്റിനെ പറ്റി സംസാരിച്ചു. ഇപ്പോൾ ഇക്വാലിറ്റി ഇൻ പേയ്മെന്റിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടം. അതായത് ആക്ടറിനും ആക്ട്രസിനും ഹീറോയ്ക്കും ഹീറോയിനും ഒരേപോലത്തെ ഇക്വാലിറ്റി. ഇപ്പോൾ ഒരുപാട് ഹീറോയിൻസ് പറയുന്നുണ്ട് ഒരിക്കലും നമുക്കൊരു മെയിൽ ആക്ടറിന് കിട്ടുന്ന ഒരു പേയ്മെന്റ് പാരിറ്റി നമുക്കത് കിട്ടാറില്ല എന്നുള്ളത്. ശരിക്കും അതിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, അത് നമ്മൾ ഈ പറയണത്, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ക്രിപ്റ്റിന് ആവശ്യമുള്ള ആക്ടർ ആയിരിക്കണം ഒരു സിനിമയിൽ. അല്ലാതെ ആക്ടർ ഇത്തിരി ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് അയാൾ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എൻ്റെ ഒരു ഇതനുസരിച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിൻ്റെ പുറകെ, ഓക്കെ സിനിമയുടെ ഒരു ഇനീഷ്യൽ പുള്ളുണ്ടല്ലോ റിലീസ് ആവുന്ന സമയത്ത്, അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സിനിമ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഷോക്ക് തന്നെ ആൾക്കാരൊന്നും അല്ല ഒരു സിനിമ വിജയിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു ഫേമസ് ആർട്ടിസ്റ്റിൻ്റെ ഒരു സിനിമ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഒക്കെ കുറച്ച് ഈസി ആയിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് മേക്കിംഗ്, ഇത് മാത്രമാണ് ചെയ്താക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു കഥ നല്ല കഥ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ സിനിമ നമുക്ക് ഭംഗിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റിൽ കൊണ്ടുപോകാൻ പറ്റിയ ഈ പറയുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിൽ ഒരു സിനിമ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ അവർ വലിയൊരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു സാലറി ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിൽക്കാറില്ല. പിന്നെ ഈ പറയുന്ന മെയിലും ഫീമെയിലും അവർ ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം അത് ഓരോരുത്തരുടെ അവകാശമാണല്ലോ ചോദിക്കാനായിട്ട്. അത് അത്രയും പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരാളെ സിനിമയിലോട്ട് എടുക്കണോ വേണ്ടെന്ന് അത് പ്രൊഡ്യൂസറാണ് തീരുമാനിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഓക്കെ ഡയറക്ടറിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എന്തായാലും ഈ പൈസ കൊടുക്കുന്ന പ്രൊഡ്യൂസറാണല്ലോ. അപ്പോൾ അവനത് തീരുമാനിക്കാം. അവൻ പറയും എനിക്ക് അത്ര ശമ്പളം ഇല്ല, എനിക്ക് അത്രയും പൈസ ഇല്ല കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത്രയും ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഓവർ ബഡ്ജറ്റ് ആവും, അത് റിസ്ക് ആണെന്ന് പറയാം. അതെല്ലാം ഓരോ പ്രൊഡ്യൂസർമാർ പറയണമെന്നാണ് ഞാൻ ഇപ്പോഴും പറയാറ്. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ഈ പറയുന്ന രീതിയിൽ ലോകത്തില്ലാത്ത ശമ്പളം ചോദിക്കലും ഇതിപ്പോൾ ഒരു എമൗണ്ടിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അവർക്ക് ഈ പറയുന്ന കുറേ വേറെ കാര്യങ്ങളുണ്ടല്ലോ, ഇതിൽ നിന്നെല്ലാം അവർ പതുക്കനെ താഴോട്ട് വന്നെന്നുണ്ടെങ്കിൽ ഇത്ര അധികം, അതായത് ഒരു 95% ലോസിൽ പോണ ഒരു ഇൻഡസ്ട്രി കുറേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാനിപ്പോഴും പറയണത്. ഇപ്പോഴും ചില ആക്ടേഴ്സ്, എസ്പെഷ്യലി ചില ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ പറയുന്നത് നമുക്ക് ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ ഇനിഷ്യലി കിട്ടുന്ന പേയ്മെന്റ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും, പക്ഷേ അവസാനം കിട്ടേണ്ട പേയ്മെന്റ് നമ്മൾ പിന്നെ വിളിച്ചാലും ആരും ഫോൺ എടുക്കില്ല, പ്രൊഡക്ഷനാണെങ്കിലും ഫോൺ എടുക്കില്ല. അങ്ങനെ കുറെ ഇഷ്യൂ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് ശരിക്കും സത്യമാണോ? അങ്ങനെ ഒരു എനിക്കറിയില്ല. ഞാൻ ഇത്രയധികം സിനിമകൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു രൂപ പോലും ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് ഇല്ല. നമ്മൾ സാധാരണ ഇതിൽ ചിലവരൊന്നൊക്കെ ഇപ്പോൾ ഈ ഡബിങ്ങിന് ശേഷവും പേയ്മെൻറ്റ് നമ്മൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുമ്പോൾ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് വിളിച്ച് കഴിഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറയാറുണ്ട്. അല്ലാതെ നമ്മൾ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ പണ്ടത്തെ പോലെ ചെക്കൊന്നും ഇല്ലല്ലോ ഇപ്പം എല്ലാ ആർട്ടിസ്റ്റൊക്കെ. അത് എനിക്ക് തോന്നുന്നത് ഇത് സംഭവിക്കുന്നത് ചിലപ്പം ഈ ഓവർ ബഡ്ജറ്റ് ഒക്കെ വരൂലേ, 5 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളൊരു സിനിമ തുടങ്ങി, അത് ഒരു 10 കോടിയിലോട്ട് പോയി, അങ്ങനെ ഈ പറയുന്ന പ്രൊഡ്യൂസർ അല്ലെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റർ ഭയങ്കര ക്രൈസിസിലോട്ട് വന്നു. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണത്? ഇപ്പോൾ അവൻ്റെ അടുത്ത് 5 കോടി ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ 6 കോടി ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവരുമായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് അവരോട് പറയും ഒന്ന് ഇത് ബഡ്ജറ്റ് കൂടിപ്പോയി, അതുകൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ മിക്കവരും ചിലപ്പോൾ ഡയറക്ടർ ആയാലും ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരും ഓവർ ബഡ്ജറ്റ് വന്നാക്കുന്നത് എപ്പോഴും സാധാരണ ഇതിൽ ഷൂട്ടിംഗ് എക്സ്പെൻസ് ആയിരിക്കുള്ളൂ. അങ്ങനെ വന്ന് നാളെ ഈ സിനിമ ലോസിലോട്ട് പോവുകയാണെങ്കിൽ, ഇങ്ങനെ വേണ്ട സിനിമകൾ സാധാരണ ലോസിലോട്ടാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവൻ തന്നെ ചിലപ്പം
ഈ പറയണ കഞ്ഞി കുടിക്കാനായിട്ട് ഗതിയില്ലാത്ത രീതിയിലായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് മറ്റൊരു പൈസ കൊടുക്കില്ല. അതിപ്പോ എല്ലാ ലോകത്ത് നടക്കുന്ന കാര്യമല്ലേ. അങ്ങനെയാണ്, അല്ല പർപ്പസിലാണെന്ന് എനിക്ക് അങ്ങനെ ആരും ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഫൈനലി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ പ്രേക്ഷകരോട് ഇതുവരെ ആടുത്രി കാണാത്തവരോട് എന്താ പറയാനുള്ളത്? അല്ല, ആടിത്രി ഞാനായെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആടിത്രി ഒരു ലോകോത്തര സിനിമയാണെന്നൊന്നും ഞാൻ ഒരിക്കലും ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു 2.5 മണിക്കൂർ നമ്മൾ ഈ ടെൻഷനൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് വളരെയധികം ആസ്വദിച്ച് കഴിഞ്ഞിട്ട്, അതായത് ഹ്യൂമറിൻ്റെ ഒരു ബാക്കപ്പ് ഉള്ളത് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. അപ്പോൾ അത് കണ്ടാക്കണം. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ പറയണം ഒരാഴ്ചയും കൊണ്ട് തന്നെ 100 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എത്തിയെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ അതൊരു നല്ല സിനിമയാണ്. എസ്പെഷ്യലി ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന ഹോളിഡേയ്സ്, ഇപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ജനങ്ങൾ തിയേറ്ററിലോട്ട് വന്നിട്ടുണ്ട്. അത് കൂടുതൽ ഈ സിനിമ ചെയ്താക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് യങ്സ്റ്റേഴ്സാണ്, കുട്ടികളാണ് ഈ സിനിമ കൂടുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇവർ ഈ ആട് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ പലപ്പോഴും പിന്നെ അതിൽ പറയുന്നിരിക്കുന്ന ഒരു പ്രമേയം, ഒരു സയൻസ് ഫിക്ഷന്റെ ഒരു ലെയർ ഉണ്ടല്ലോ, അതും കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. അതെ ഇതിൽ എനിക്ക് തോന്നുന്നത് 50+ ഒക്കെ കണ്ടാക്കണ പല ആൾക്കാരും നമ്മൾ പിടിച്ച് കഴിഞ്ഞിട്ട് എന്ത് അതാണ് മനസ്സിലായില്ല എന്താണോ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയും ഒരു 2-3 ആഴ്ച തിയേറ്ററിൽ ഉണ്ടാവും, സിനിമ ഉണ്ടാവും. ഈ പറയണ എല്ലാവരും കൂടി വന്ന് കാണാനായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്താ പറയണ ഒരു നഷ്ടബോധം ഉണ്ടാവുന്ന ഒരു സിനിമ അല്ല ഒരിക്കലും ആടുത്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. ഇപ്പോൾ താങ്കൾ കുറച്ച് നല്ല സിനിമകൾ, ഒരുപിടി നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. 2018 ആയിക്കോട്ടെ, രേഖാചിത്രം ആയിക്കോട്ടെ. ഞാൻ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമകളിൽ പറഞ്ഞതാണ് ഈ പറഞ്ഞ 2-3 സിനിമകൾ. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്ട്സ് കൊടുക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ.